പരിയാരം ഏമ്പേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം തുടങ്ങി. ശനിയാഴ്ച രാവിലെ ഏമ്പേറ്റിലെ സമരപന്തലിൽ അനിശ്ചിതകാല ധർണ പരിയാരം സെന്റ് സേവ്യേഴ്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പരിയാരം ഏമ്പേറ്റിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ മേൽപ്പാലം അനുവദിക്കണമെന്ന ആവശ്യത്തിന് 2 വർഷത്തെ പഴക്കമുണ്ട്. പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. രാഷ്ട്രീയ കലാ സാംസ്കാരിക സംഘടനകളും മതസ്ഥാപനങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികളെയും സംസ്ഥാന കേന്ദ്രമന്ത്രിമാരെയും ദേശീയപാത അതോറിറ്റിയെയും പലതവണ ബന്ധപ്പെട്ടുവെങ്കിലും മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. റോഡിന് ഇരുവശങ്ങളിലുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും ആരാധനാലയങ്ങളുമുണ്ട്. 2000-ലധികം വീടുകളിൽ താമസിക്കുന്നവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലേക്ക് ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട്. നിലവിലെ സ്ഥിതിയിൽ 3 കിലോമീറ്റർ അധികം ഇരുഭാഗത്തേക്കും ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ ഏമ്പേറ്റ് ജംഗ്ഷനിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. താമസം ഒരു ഭാഗത്തും കൃഷിയിടങ്ങൾ മറുഭാഗത്തുമായതോടെ കൃഷി തന്നെ മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. ഏമ്പേറ്റിൽ മേൽപ്പാലമോ അടിപ്പാലമോ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളെയും നമ്മുടെ MP, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതുപോലുള്ള ജോൺ ബ്രിട്ടാസ് എല്ലാവരെയും എല്ലാ ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും അതിന് അനുകൂലമായ ഒരു റിസൾട്ട് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 ദിവസമാണ് സമരം നടത്തിയതെങ്കിലും ഇപ്രാവശ്യം നമ്മൾ അനിശ്ചിതമാണ് സമരം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയാണ് ഞങ്ങൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഈ സമരം വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദേശീയപാത താഴ്ത്തിയെടുത്ത സ്ഥലത്തു കൂടി കടന്നു പോകുന്നതിനാൽ ഏമ്പേറ്റ് ജംഗ്ഷനിൽ നിന്ന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്കും കടന്നപ്പള്ളി ഭാഗത്തേക്കുമുള്ള റോഡുകൾക്ക് സമാന്തരമായി മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഭൗതിക സാഹചര്യമുണ്ടെന്നും ഇതിന് അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. ഇവിടെ ഒരു മേൽപ്പാലം അനുവദിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ സമരത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ ആക്ഷൻ കമ്മിറ്റി എന്ന രീതിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. മേൽപ്പാലം അനുവദിച്ച് കിട്ടുന്നത് വരെ നമ്മൾ ഈ ധർണാ സമരവുമായി മുന്നോട്ട് പോകും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ വീരമണി അധ്യക്ഷത വഹിച്ചു. PV ഗോപാലൻ, TV പത്മലോചനൻ, KG ജോണി, E തമ്പാൻ, PV രാജൻ, E വേണു, IV കുഞ്ഞിരാമൻ, അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.